നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളെല്ലാവരും ട്രൂ കോളർ ഉപയോഗിക്കുന്ന ആളുകളാണ്. നമുക്ക് ആരെങ്കിലും നമ്മളറിയാത്ത മൊബൈൽ നമ്പറിൽ നിന്ന് വിളിക്കുന്നത് ആരാണെന്ന് അറിയുന്നതിന് വേണ്ടി നമ്മൾ ട്രൂ കോളർ ഉപയോഗിക്കാറുണ്ട്. ട്രൂ കോളറിലൂടെയാണ് നമ്മൾ ഓരോ വ്യക്തിയുടെ പേരും കണ്ടെത്താറുള്ളത്. പക്ഷേ ഈ ട്രൂ കോളറിനകത്ത് നമുക്കൊരു പ്രശ്നം, പല ആളുകളുടെ പേരും വ്യത്യസ്തമായിരിക്കും. ആ ഒരു ട്രൂ കോളറിനകത്തുള്ള പേര് എങ്ങനെ നമുക്ക് മാറ്റാമെന്ന്, അതായത് നമ്മൾ ആഗ്രഹിക്കാത്ത നമ്മുടെ പേരാണെങ്കിൽ, ആഗ്രഹിക്കുന്ന പേരാണ് കൊടുക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അതെങ്ങനെ ട്രൂ കോളർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ പരിശോധിക്കുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്, നിങ്ങൾ അവസാനം വരെ കാണുക. അപ്പം ഞാൻ അതിനു വേണ്ടി ട്രൂ കോളർ ആപ്പ് ഓപ്പൺ ചെയ്യാണ്. ട്രൂ കോളർ എന്ന ആപ്പ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക, ട്രൂ കോളർ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറോ നിങ്ങളുടെ പേരൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ട്രൂ കോളർ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ കാണിക്കും. നിങ്ങളുടെ മൊബൈൽ നമ്പറൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ പേര് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസൊക്കെ കൊടുക്കാനൊക്കെ സാധിക്കും. തുടർന്ന് താഴെ കാണുന്ന ഭാഗത്ത് സേവ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് പേര് സേവ് ചെയ്തുകൊണ്ട് പലപ്പോഴും നമുക്ക് ട്രൂ കോളർ പേര് മാറ്റാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് കാര്യമായിട്ട് ട്രൂ കോളർ പേര് മാറുന്നത് നമുക്ക് നമ്മുടെ പേര് സജസ്റ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് ട്രൂ കോളർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് അവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എന്താണോ സേവ് ചെയ്തിരിക്കുന്നത് അത് സജസ്റ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ പേര് ട്രൂ കോളർ കാണിക്കുക. അതുകൊണ്ടാണ് കൂടുതൽ ആളുകളുടെ പേരും ടൈറ്റ് പേരിലാണ് ട്രൂ കോളർ കാണിക്കാറുള്ളത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ നമ്പർ സേവ് ചെയ്തിരിക്കുന്ന ആ ഒരു പേരിലായതുകൊണ്ടാണ്. അപ്പോൾ ഈ സജസ്റ്റ് ചെയ്തിരിക്കുന്ന പേര് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് പേര് സെറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് പേര് ചേഞ്ച് ചെയ്താൽ സാധിക്കില്ല. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തതിന് ശേഷം ഗൂഗിൾ സെർച്ച് ബാറിൽ നിങ്ങൾ ട്രൂ കോളർ എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ട്രൂ കോളർ എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണിക്കും. ഇവിടെ രണ്ടാമതായിട്ട് കാണാൻ സാധിക്കും truecaller.com എന്നുള്ള ഒരു സൈറ്റ് കാണാൻ സാധിക്കും. ഇത് ആദ്യത്തിൽ കണ്ടില്ലെങ്കിൽ കുറച്ച് താഴോട്ട് പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയി വരുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ഇടത് ഭാഗത്ത് 3 ലൈന് കാണും. നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും. ഇവിടെ സൈനിങ് എന്ന് കാണാൻ സാധിക്കും. താഴെ ഭാഗത്ത് ആ ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ ഗൂഗിൾ ഉപയോഗിച്ചുകൊണ്ടോ മൈക്രോസോഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് സൈൻ ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഗൂഗിൾ എടുക്കുകയാണ്. ഗൂഗിൾ എടുത്ത് നിങ്ങൾ ട്രൂ കോളർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെയിൽ ഏതാണെങ്കിൽ ആ മെയിൽ സെലക്ട് ചെയ്യുക. ഇതുപോലെ ഓപ്പൺ ആകും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഒരു അലോ എന്നുള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പം നേരെ ട്രൂ കോളർ ലോഗിനായിട്ട് വന്നത് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ചെയ്യാൻ നമ്മുടെ ട്രൂ കോളറിൽ ഈ ഒരു വെബ്സൈറ്റിനകത്ത് നമുക്ക് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാൻ ആവശ്യപ്പെടും. ഞാൻ ആ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ പേര് മാറ്റം വരുത്തേണ്ട മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആ ഒരു മൊബൈൽ നമ്പർ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏത് പേരിലാണോ ആ ഒരു മൊബൈൽ നമ്പർ ഇവിടെ സേവ് ആയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. നമുക്കിത് പേര് മാറ്റുന്നതിന് വേണ്ടി ഇവിടെ സജസ്റ്റ് നെയിം എന്നുള്ള ഓപ്ഷൻ കാണും. ഇത് നമ്മൾ ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇതുപോലെ കാണിക്കും. ഇവിടെ നിങ്ങൾക്ക് എന്ത് പേരാണോ വേണ്ടതെങ്കിൽ ആ ഒരു പേര് നിങ്ങൾക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ബിസിനസ് പേഴ്സൺ എന്നുള്ള 2 ഓപ്ഷൻ ഉണ്ട്. പേഴ്സൺ എന്നുള്ള കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്ത് നിങ്ങൾ 24 മണിക്കൂർ കാത്തിരിക്കുക. ട്രൂ കോളറിനകത്ത് നിങ്ങളുടെ പേര് ചേഞ്ച് ആയത് കാണാൻ സാധിക്കും. വളരെ യൂസ്ഫുൾ ആണ്. തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് വീഡിയോ ഉപകാരപ്പെടും. കാരണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.